അതായത് ജിനിലും ഫിജീഷും വെളിപ്പെടുത്തിയിരിക്കുന്നു 40ഓളം സ്ത്രീകൾക്ക് ഇതല്ലാതെ ഒരു വരുമാനം, ഒരു വൃത്തികെട്ട വാക്ക്, ഒരു ഇൻകം തന്നെയാണ് പറഞ്ഞത്, ഇത് കിട്ടുന്നു. ഇത് വേറൊരു രീതിയിൽ സ്ത്രീ വിരുദ്ധ പരാമർശം, അതായത് ഞാനടക്കമുള്ള അവിടെ ചെന്ന് പ്രതികരിച്ച സ്ത്രീകൾ ഇത്തരത്തിൽ ലീഡേഴ്സിൻ്റെ ഒപ്പം പോയത് കൊണ്ടാണ് ഈ വരുമാനം, വേറൊരു വരുമാനം മേടിച്ചത്. ഞാനതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും നമ്മൾ പ്രതികരിക്കുന്ന സ്ത്രീകളെ എല്ലാം വളരെ മോശമായിട്ടാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്. പബ്ലിക് ഗ്രൂപ്പിൽ ഇരുന്നിട്ട് ഈ പറയുന്ന ജോണി എന്ന് പറയുന്ന ആൾ നമ്മുടെ ഒരു യൂട്യൂബർ, പേരൊന്നും പറയുന്നത്, യൂട്യൂബറിൻ്റെ എന്താ പറയണ്ടേ, വളരെ മോശമായി സ്വന്തം അമ്മേനെയാണ് മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നത്. ആ അമ്മ എന്ന് പറയുന്നത് ഹൈറിച്ചിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്, വളരെ മോശമായിട്ട്. അതുപോലെ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇവർ ഗ്രൂപ്പിലിട്ടിരിക്കുന്നു, അതായത് ഈ MD ആയിട്ട് ഇവർ ഈ രീതിയിൽ വേറൊരു രീതിയിൽ ഉള്ള ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ട് 4 സ്ത്രീകളുടെ പേര് പബ്ലിക്കായിട്ട് ഗ്രൂപ്പിലിട്ടിരിക്കുന്നു. ഇവരിപ്പം ശരിക്കും അവർക്കും ഭാര്യയും സഹോദരി അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ? സംശയമുണ്ട് അക്കാര്യത്തിൽ, അതില്ലാതിരിക്കുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഇത് ചെയ്യില്ല. കേരള സമൂഹത്തിലുള്ള നമ്മൾ സ്ത്രീകളൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, വളരെ മോശമായിട്ട് പറയാന്നൊക്കെ പറയുന്ന അവർക്കും ഭാര്യ മകന്മാർക്ക് ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയുന്നത് നമ്മൾ PM ചിലപ്പോൾ സ്ത്രീകൾ പുറത്ത് വിടില്ല എന്നുള്ള ഉദ്ദേശത്തോടെ ഇവർ പോയി പറയാം. പക്ഷേ അവരൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, വാട്സപ്പിലെ മെയിൻ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ സ്ത്രീകളുടെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ഫോട്ടോ ഇടുന്നു, ഇന്നയാൾ എന്താ പറയണ്ടേ, കണക്ട് ചെയ്തുകൊണ്ട് മോശമായിട്ട് സംസാരിക്കുന്നു. അതായത് ഒരു അവിഹിത ബന്ധങ്ങളൊക്കെയാണ് അവിടെ ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇത്തരത്തിൽ ഇതിനുള്ളിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തരെയും, ഓരോ ഹൈറിച്ചുകാരെ നോട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്താണ് മോട്ടീവ്? അതപ്പോൾ ഈ ഗ്രൂപ്പ് ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും വിവിധ സ്ത്രീകളുടെ പേരുകൾ മറ്റുള്ളവരായിട്ട് കൂട്ടിക്കെട്ടി പറയുകയും വിവിധ സ്ത്രീകളുടെ ഫോട്ടോ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. ഇത് കേരളത്തിലാണ് നടക്കുന്നത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ സംഭവ്യമാണ്. നമുക്ക് പോലും ഒരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമുക്ക് ഭയമുണ്ട്. കാരണം പറയുന്ന കാര്യങ്ങളിൽ സത്യമില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും പറയാൻ ഭയമുള്ളവരാണ് നമ്മൾ. കാരണം നമ്മൾ ഒരു നിയമവ്യവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നിയമത്തിൽ 100% വിശ്വാസമുണ്ട്. സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമുള്ളതാണ് ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഹൈറിച്ചിനെതിരെ എന്നാണ്, ഹൈറിച്ചിനുള്ളിലുള്ളവരെ അതല്ലെങ്കിൽ ഹൈറിച്ചിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾ ഇവർക്കെതിരെ പ്രതികരിക്കുന്ന സ്ത്രീകളെ പോലും ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തിയിട്ട് ഇതിൻ്റെ മുന്നിലോട്ട് വന്ന് ചോദിക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഇങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങളും മകളും സ്ത്രീ എന്ന് പറയുന്നവർ ഏതൊക്കെ തലങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടോ ആ തലങ്ങളിൽ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നിങ്ങളുടെ കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടി, നിങ്ങളുടെ ഗ്രൂപ്പിൽ കൊടുക്കുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ കുടുംബങ്ങളെ അത് വളരെയധികം ദുഃഖത്തിലേക്ക് എത്തിക്കും. ഞങ്ങളെ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഉദ്യമങ്ങളിൽ നിന്ന് സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങളിൽ നിന്ന് ആദ്യം നിങ്ങൾ പിൻവാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒരുപാട് പേരുടെ ഒരു പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഇവര് PM വിളിച്ച് ഭീഷണിപ്പെടുത്ത പല ആൾക്കാരും ഇനി വരാൻ സാധ്യതയല്ല? തീർച്ചയായിട്ടും ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ എന്താ പറയണ്ടത്, ഞങ്ങളുടെ പിടിവിട്ടു. കാരണം ഫിനാൻഷ്യലി പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾ ഒരുപാട് ലോണുകൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇതിലെ ബിസിനസ് ഐഡിയകൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഞങ്ങളുടെ ലോണുകൾ അടയ്ക്കുക, അതായത് ഒരു വലിയ ലോൺ അടയ്ക്കാൻ വേണ്ടി ഒരു ചെറിയ ലോൺ എടുത്ത് ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വർക്ക് ചെയ്തുന്ന വരുമാനത്തിൽ നിന്ന് ഞങ്ങളുടെ ഈ കടങ്ങളൊക്കെ വീടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 7 മാസക്കാലമായിട്ട് നിരന്തരമായിട്ട് ഞങ്ങളുടെ ഈ ഒരു വരുമാനം, ഈ അന്നം മുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വലിയ കടക്കണിയിലാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അവർ തന്നെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. ആത്മഹത്യകൾ നടക്കുമോ? നടക്കണമെന്ന് അവരുടെ ആഗ്രഹം പോലെയാണ് അവർ പറയുന്നത്. ശരിയാണ്, നടക്കും. കാരണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് ജുഡീഷ്യറിയെ വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കമ്പനീനെ വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്നും ഈ നിമിഷവും ഇവിടെ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതാപൻ സാറിനും ശ്രീന മാഡത്തിനും ഞങ്ങളുടെ മാനേജ്മെൻറ്റിനും എൻ്റെ വ്യക്തിപരമായ പേര് 100% സപ്പോർട്ട് ഇന്നും എപ്പോഴും ഉണ്ട്. കമ്പനി തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഈ നിമിഷം പോലും ഞങ്ങൾക്കില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ കമ്പനി ഞങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും.